പൊതുവേ നമുക്ക് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിപ്പമുള്ള സ്പേസ് ഉള്ള ചിരട്ടയുള്ള തേങ്ങ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. എന്നാൽ എനിക്ക് കുറച്ച് ദിവസം മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ടാസ്ക് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ പൊട്ടിക്കുമ്പോൾ കറക്റ്റ് പകുതിയായിട്ട് തന്നെ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ട് കാര്യമില്ല. ഇവിടെ കത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഭയങ്കര ടാസ്ക് ആണ്. കല്ലൊക്കെ വെച്ചിട്ടാണ് പൊട്ടിക്കാറ്. അങ്ങനത്തെ എൻ്റെ ഭാഗ്യം കൊണ്ട് കറക്റ്റ് മിഡിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഡാമേജും ഇല്ലാണ്ട് തന്നെ കിട്ടിയതുകൊണ്ട് തന്നെ ഞാനത് എടുത്തു വെച്ചു. നല്ല നീറ്റായിട്ട് ഇതുപോലെ ബേസ് ഗ്രീനും വൈറ്റൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സീനറി പെയിൻറ്റിങ് ഇഷ്ടമില്ലാത്ത കൂട്ടുകാർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ഞാൻ കാണിച്ചിരുന്നത്. വൈഡ് ആയിട്ടുള്ള ചിരട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ സീനറി പെയിൻറ്റിങ്സ് ബോറടിച്ച് തുടങ്ങിയെന്നൊക്കെ കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വർക്കാണ് ഇഷ്ടം, എങ്ങനത്തെ പെയിൻറ്റിങ്സ് ആണ് ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അതുപോലൊക്കെ ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ സീനറി പെയിൻറ്റിങ്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഹാപ്പിനെസ് ആണ്. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒരു ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.